മാസപ്പടി കേസിലും ഇ.ഡി. കുരുക്ക് മുറുകുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ CMRL പ്രതിനിധികളെ ഇന്ന് ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാനാണ് CMRL ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിനും ഉടൻ സമൻസ് അയക്കും. മാസപ്പടി കേസിലെ അന്വേഷണം ഊർജിതമാക്കിയാണ് ഇ.ഡി. CMRL-ന് സമൻസ് നൽകിയിരിക്കുന്നത്. നേരത്തെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാർച്ച് അവസാനമാണ് ECIR രജിസ്റ്റർ ചെയ്ത് ഇ.ഡി. വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. ചോദ്യം ചെയ്യലുകളുടെ ആദ്യപടിയായാണ് CMRL പ്രതിനിധികൾക്ക് ഇന്ന് ഹാജരാകാൻ സമൻസ് കൈമാറിയത്. CMRL എക്സാലോജിക് പണമിടപാടുകളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. രണ്ട് കമ്പനികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി എത്താനാണ് നിർദ്ദേശം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട CMRL 1,72,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിന് കൈമാറിയത്. IT സേവനത്തിന്റെ പ്രതിഫലമെന്നാണ് രേഖകളിലുള്ളതെങ്കിലും IT സേവനങ്ങളൊന്നും കമ്പനി സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പണമിടപാടിൽ CMRL കൂടുതൽ വ്യക്തത വരുത്തണം. CMRL പ്രതിനിധികൾക്കൊപ്പം എക്സാലോജിക്കിനും ഉടൻ സമൻസ് നൽകും. വീണ വിജയനോ മറ്റ് കമ്പനി പ്രതിനിധികളോ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. KSIDC ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഇ.ഡി. രേഖപ്പെടുത്തും. CMRL-ന്റെ അക്കൗണ്ടുകളിൽ 2016-നും 2019-നും ഇടയിൽ 135 കോടി രൂപയുടെ വ്യത്യാസം ആദായനികുതി വിഭാഗം കണ്ടെത്തിയിരുന്നു. ഈ തുക എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നതിലും CMRL മറുപടി നൽകണം. എക്സാലോജിക്, CMRL, KSIDC എന്നിവയാണ് ഇ.ഡി. അന്വേഷണ പരിധിയിലുള്ളത്. മാസപ്പടിയിൽ SFIO അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജനം, കൊച്ചി.